എറണാകുളം കോതമംഗലം പുന്നേക്കാട് വീണ്ടും കാട്ടാനക്കൂട്ടം. ഒരു കുട്ടിയാനെ അടക്കം 4 ആനകൾ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. വനപാലകർ ആനക്കൂട്ടത്തെ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ലാൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നു. ലാൽ, കുറെ ആനകളുണ്ടോ? അവരെ തിരികെ കാട് കയറ്റാൻ എന്താണ് പരിപാടി? പടക്കം പൊട്ടിച്ചും മറ്റുമൊക്കെ ആന കയറ്റാനുള്ള പരിപാടി അവിടെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണ തോതിൽ എപ്പോഴും പ്രായോഗികമല്ല. ഈ പുന്നേക്കാടെന്ന് പറയുന്നത് തട്ടേക്കാടിനും പെരിയാറിനും ഇടയിലുള്ള ഒരു പ്രദേശമാണ്. നേരത്തെ പഞ്ചായത്ത് അംഗങ്ങൾ തന്നെ വനപാലകർക്ക് എതിരെ അവിടെ സമരം ചെയ്താണ്. പ്രത്യേകിച്ച് കാട്ടാനകൾ ക്രമാതീതമായി അവിടെ എത്തുന്നുണ്ട്, ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നുണ്ട്, ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു കാട്ടുപന്നി വട്ടം ചാടി ഓട്ടോ ഡ്രൈവർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഇടമാണ്. കാട്ടാന ആക്രമണം സ്ഥിരമായിട്ടുണ്ടാകുന്ന ഇടമാണ്. അവിടെയാണ് ഒരു കാട്ടാനയുടെ കൂട്ടം തന്നെ എത്തിയിരിക്കുന്നത്. ഒരു കുട്ടിയാനടക്കം 4 ആനകളാണുള്ളത്. പുലർച്ചെ മുതൽ ജനവാസ മേഖലയിലുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ പടക്കം പൊട്ടിച്ച ആനകളെ കാട്ടിലേക്ക് കയറ്റി. കളപ്പാറ ഭാഗത്ത് ഉണ്ടായിരുന്ന കാട്ടാനക്കൂട്ടം ഇപ്പോൾ ഒരു കോളനി ഭാഗത്തേക്ക് നീങ്ങി. അവിടെ നിന്നാണ് പടക്കം പൊട്ടിച്ച് ആനയെ മാറ്റിയത്. പക്ഷേ ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് വരുന്നുണ്ട്. ഈ ആനകൾ ഇത്തരത്തിലെത്തുന്നതിനെതിരെ ഒരു ഘട്ടത്തിൽ വനം വകുപ്പ് ആനകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പൈനാപ്പിൾ അടക്കമുള്ള കൃഷികൾ അവിടെ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഈ പ്രദേശം റബ്ബർ കൃഷി കൂടുതലുള്ള ഒരു പ്രദേശമാണ്. ചെറിയ വാഴയും മറ്റും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് ഇര കിട്ടും, അല്ലെങ്കിൽ തീറ്റ കിട്ടും എന്നുള്ളതാണ് ഗുണം. ഈ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തട്ടേക്കാട് നിന്ന് പെരിയാർ കടന്ന് ജനവാസ മേഖലയായ പുന്നേക്കാട് ഭാഗത്തേക്ക് എത്തുന്നതാണ്. കീരമ്പാറ ടൗൺ അടക്കമുള്ള പ്രദേശം വളരെ അടുത്ത് തന്നെയുള്ള പ്രദേശമാണ്. ഈ ഭാഗത്തേക്ക് കാട്ടാനകൾ എത്തുന്നത് നിത്യസംഭവമല്ല. എന്നാൽ പോലും അത്തരം സംഭവങ്ങൾ അവിടെ ആവർത്തിക്കപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ നല്ല ഭീതിയിലാണ്. കാട്ടാനയെ എത്ര പെട്ടെന്ന് ഈ കൂട്ടത്തെ തന്നെ കാട്ടിലേക്ക് തിരിച്ചു കയറ്റണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ 1 കുറിയോ 2 കുറിയോ കാട്ടാനയെ കയറ്റുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും കാട്ടാന അവിടേക്ക് എത്തുന്നു, ആളുകൾക്കിടയിലേക്ക് എത്തുന്നു, സാധനങ്ങൾ തകർക്കുന്നു, കൃഷിയിടങ്ങൾ തകർക്കുന്നു എന്നത് പതിവ് കാഴ്ചയായിരിക്കുകയാണ്. ഒരു സമയം കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ പോലും അതിലെ കടന്നു പോകുന്ന സ്ഥിതിയില്ല. ആളുകൾക്ക് സ്വസ്ഥമായി പുഴ കടന്നു പോകാനോ അല്ലെങ്കിൽ കുട്ടമ്പുഴ ഭാഗത്തേക്ക് പോകാനോ കഴിയാത്ത രീതിയിൽ റോഡിൽ തന്നെ കാട്ടാന നിൽക്കുന്ന സ്ഥിതി ആ കോതമംഗലം പുന്നേക്കാട് ഭാഗത്ത് ഇപ്പോഴുണ്ട്. കാശ്മീർ. ഓക്കെ, ലാൽകൃഷ്ണനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കാട്ടാനക്കൂട്ടത്തെ കാട് കയറ്റാൻ പടക്കം പൊട്ടിക്കുന്നുണ്ട്, പക്ഷെ പടക്കത്തിലൊന്നും പിടിക്കുന്നില്ല കാട്ടാനക്കൂട്ടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.